Needless to say, in our own country, it is not at all easy to find trained animals. Although some films have been made in Bombay and Madras that involves working with elephants, horses and tigers. നമ്മുടെ രാജ്യത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കുറച്ച് സിനിമകൾ ബോംബെയിലും മദ്രാസിലും എലഫൻസിനെയും ഹോഴ്സസിനെയും ടൈഗേഴ്സിനെയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും their performance did suggest that they were used to obeying commands. അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ അറിയാം അവർക്ക് കിട്ടുന്ന കമാൻഡ്സ് അവർ ഒബേ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്ന്. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്, പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്. ബംഗാളിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡോഗ്സിനെ കണ്ടെത്താൻ കഴിയും, പ്രത്യേകിച്ച് പോലീസ് ഡോഗുകളെ. അവർ വളരെയധികം ഇൻ്റലിജൻ്റ് ആണ്. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്, it is not altogether impossible to get good performances out of them, as we managed to do with Bolo in Padar Panchali. സത്യജിത് റേയുടെ ഒരു സിനിമ തന്നെയാണ് പദർ പാഞ്ചാലി. എല്ലാവരും കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കാണുക. അതിനകത്ത് ബൂലോ എന്ന് പറഞ്ഞൊരു ഡോഗുണ്ട്. അദ്ദേഹം പറയാണ്, ഒരാളെ ക്ഷമയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡോഗിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയായ പദർ പാഞ്ചാലിയിൽ ബൂലോ എന്ന് പറഞ്ഞ ഡോഗ്. 8th para, yet a dog might be difficult, not impossible to handle. അദ്ദേഹം പറയാണ്, ഒരു ഡോഗിനെ ഇതൊക്കെ ചെയ്യുന്ന ഡിഫിക്കൽട്ടായിരിക്കാം, പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ബുദ്ധിമുട്ടാണെങ്കിലും അത് ചെയ്യാൻ കഴിയുന്നു. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു when we were shooting Gopi Gaine Bhagya Baine. In the film, Gopi, who is banished by the king, wanders in the forest, meet Bhaga, who is also been banished. They see a tiger and freeze. But the tiger simply walks. ആ സിനിമയിൽ ഒരു ടൈഗറിനെ വെച്ചൊരു സിനിമ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? ഞങ്ങൾ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു. സിനിമയിലെ രാജാവ് നാട് കടത്തിയ ഗോപി കാട്ടിലൂടെ അലിഞ്ഞടക്കുമ്പോൾ ഭാഗ്യനെ മീറ്റ് ചെയ്യുന്നു. ഭാഗ്യയും നാട് കടത്തപ്പെട്ടതാണ്. അവരൊരു ടൈഗറിനെ കാണുമ്പോൾ അവർ ഫ്രീസായി പോകുന്നു. ഫ്രീസ് എന്ന് വെച്ചാൽ പേടിച്ചിട്ട് അരങ്ങാതെ നിൽക്കുക എന്നൊക്കെ പറയും. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ്. ആ ടൈഗർ അങ്ങ് നടന്നു പോവുക ചെയ്തത്. 9th para, ഹാവിംഗ് തോട്ട് ഓഫ് ദ സീൻ, ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ബട്ട് were we going to find a tiger? The obvious thing to do was to look in a circus since there were likely to have trained animals. സിനിമയിൽ അങ്ങനെ ഒരു സീൻ ഉദ്ദേശിച്ച സ്ഥിതിക്ക് ആ സീൻ ഷൂട്ട് ചെയ്യാനുള്ള ടൈഗറിനെ എവിടെ നിന്ന് കിട്ടും? വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആനിമലിനെ സർക്കസ് കൂടാരത്തിൽ തിരയേണ്ടി വരും. കാരണം സർക്കസ് കൂടാരത്തിൽ പരിശീലനം ലഭിച്ച മൃഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വൺ കോൾഡ് ഭരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദ ടൈം, ഹോൾഡിംഗ് ഷോസ് ഇൻ മർക്കസ് സ്ക്വയർ. വി സെൻഡ് സംവൺ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ ആൻഡ് ദെൻ വെൻ ടു മീറ്റ് വൺ മോർണിംഗ്. കൽക്കട്ടയിൽ ഒരു സർക്കസ് വരുന്നുണ്ടെന്നും അവർ മർക്കസ് സ്ക്വയറിൽ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുത്തെ തമിഴ് മാനേജറുമായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടാക്കാൻ ഒരാളെ അവിടെ പറഞ്ഞു വിട്ടു. എന്നിട്ടൊരു ദിവസം രാവിലെ ഇവർ അദ്ദേഹത്തെ കാണാൻ പോയി. ഹീ ഗ്രീറ്റഡ് അസ് വാംലി ആൻഡ് ഓർഡേഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ കോഫി ഞങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്തു. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്, ദെൻ സെൻറ്റ് ഫോർ വൺ മിസ്റ്റർ ടോട്ട്. അദ്ദേഹം ഞങ്ങളുടെ വിസിറ്റിനുള്ള കാരണം പറഞ്ഞിട്ട് ഒരു ആളെ വിളിച്ചു, മിസ്റ്റർ ടോട്ടിനെ. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അദ്ദേഹം അവിടുത്തെ റിംഗ് മാസ്റ്റർ ആയിരുന്നു. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ, വെരി ബിൽറ്റ് വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു, വെൽ ബിൽറ്റ് ബോഡിയൊക്കെ ആയിട്ട് ഉള്ള ഒരാളായിരുന്നു. അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു നേപ്പാളിയാണെന്ന് തോന്നിക്കുമായിരുന്നു. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. അദ്ദേഹത്തിന് 40 വയസ്സിൽ കൂടുതൽ തോന്നിക്കില്ല. ഹി ഷോഡ് അസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർ ആം. അദ്ദേഹത്തിൻ്റെ ഫോർ ആമിലെ ഒരു പഴയ മുറിവ് ഞങ്ങളെ കാണിച്ചു. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. ഒരു ടൈഗറിൻ്റെ മൂലമുണ്ടായ ഒരു മുറിവ് അദ്ദേഹത്തിൻ്റെ ഫോർ ആമിലുള്ളത് അദ്ദേഹം ഞങ്ങളെ കാണിച്ചു. 10th para, വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ട്. ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഞങ്ങൾ ഇയാളോട് പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിറി ഇൻ ബർമൂം. ഷൂട്ടിംഗ് നടക്കുന്നത് ഈ സ്ഥലത്താണ്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക് ബാംബു ഗ്രൂവ്. മുളങ്കൂട്ടങ്ങൾക്കിടയിൽ ഒരു കടുവനെ ഞങ്ങൾക്ക് കാണിക്കണം. ഓൾ ദി ആനിമൽസ് വാസ് റിക്വയർഡ് ടു ഡു
was come out of the bamboo grove in an open space. Pace gently for a while, look at the camera if possible, and then go back. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളങ്കൂട്ടങ്ങളിൽ നിന്ന് പുറത്ത് വരുന്നു. അത് പതുക്കെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ക്യാമറയിലേക്ക് ഫേസ് ചെയ്യുന്നു. അതിനുശേഷം അത് തിരിച്ചു പോകുന്നു. Could a tiger from Bharat Circus do this job? Mr. Trot nodded. How long will you need it for? Asked the manager. ഭാരത് സർക്കസിലുള്ള ഈ ടൈഗറിന് ഇത് ചെയ്യാൻ കഴിയുമോ? മിസ്റ്റർ തോട്ട് നോട്ട് ചെയ്തു. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? ഇതിനെ നിങ്ങൾക്ക് എത്ര നേരത്തേക്കിന് ആവശ്യം വരുമെന്ന് മാനേജർ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. ഐ റിപ്ലൈഡ്. ഏതാനും മണിക്കൂറുകൾ. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിയൂരി. On being told that the travel itself should take no more than 2 days, the manager agreed to put the tiger in its cage and send it in a lorry. He invited us to take a look at the tiger. ഞങ്ങൾ പറഞ്ഞ സമയത്തിനേക്കാൾ അധികമായിട്ട് വേണ്ടി വരും. 2 ദിവസം തന്നെ എടുക്കും ഷീരു എന്ന് ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള യാത്രയ്ക്ക്. ഒരു കേജിലിട്ടിട്ട് ആ ടൈഗറിനെ ലോറിയിൽ അങ്ങോട്ട് അയക്കാം എന്ന് മാനേജർ എഗ്രി ചെയ്തു. അതിനു മുമ്പ് ആ ടൈഗറിനെ കാണാൻ അദ്ദേഹം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രൂവ്? ഐ കുഡ് നോട്ട് ഹെൽപ്പ് ആസ്കിങ്. മുളങ്കൂട്ടത്തിനിടയിൽ ആ ആനിമലിനെ ഫ്രീ ആയിട്ട് വിടുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണോ അല്ലയോ എന്ന് എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് അത് ചോദിച്ചു. 11th paragraph. Mr. Trot frowned. I am not sure, he replied. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഉറപ്പില്ല എന്ന്. I have never let him out of his cage on his own. So really I don't know. ഞാൻ ഇതുവരെ അവൻ്റെ കേജിൽ നിന്ന് പുറത്ത് അങ്ങനെ വിട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല എങ്ങനെ ഉണ്ടാവും എന്ന്. What were all our plans going to do down the drain? How could we let the tiger's trainer be seen with the animal? How could Gopi and Bhaga be petrified with fear if the supposedly ferocious animal was accompanied by a man? No, we could not allow that to happen. 12th para. Mr. Trot found a solution. I will tie a wire around the tiger's neck. It will be thin but strong. മിസ്റ്റർ ട്രോട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഞാൻ ഒരു വയറ് ആ ടൈഗറിൻ്റെ നെക്കിൽ കൂടി ടൈ ചെയ്യാം. അത് തിന്നായിരിക്കും, പക്ഷേ സ്ട്രോങ്ങുമായിരിക്കും. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ. ആ വയർ തിന്നായിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറയിൽ ആ വയറൊന്നും അതിൻ്റെ കഴുത്തിന് ചുറ്റും ആ വയറൊന്നും കാണപ്പെടില്ല. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ വിച്ച് വുഡ് ഗീവ് ദ വോൾ തിങ് എവേ. പക്ഷേ ആ വയർ ചിലപ്പോൾ ടൈഗറിൻ്റെ കഴുത്തിലെ രോമങ്ങൾ ഫ്ലാറ്റൻ ചെയ്തിരിക്കും, ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്ന പോലെ വരും. അപ്പോൾ അതിനെ ഇങ്ങനെ കെട്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു എഫക്റ്റ് ആ ഫിലിമിൽ കിട്ടത്തില്ല. വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ, ഫിക്സഡ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് അറൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്? ഐ സെഡ്. ഞാൻ പറഞ്ഞു, ടൈഗറിൻ്റെ സ്കിന്നും കൊണ്ടുണ്ടാക്കിയ ഒരു കോളർ നമ്മൾ കണ്ടെത്തി ആ വയർ ആ കോളറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? 13th para. In a village called Norton Gram, we found a suitable bamboo grove to film the first meeting between Gopi and Bhaga and the appearance of the tiger. നോട്ടം ഗ്രാം എന്ന് പറയുന്ന വില്ലേജിൽ ഞങ്ങൾ ഒരു മുളങ്കൂട്ടം കണ്ടെത്തി. ഫിലിമിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സീനിന് ചേരുന്ന ഒരു മുളങ്കൂട്ടം കണ്ടെത്തി. ആ മുളങ്കൂട്ടത്തിൻ്റെ അവിടെയാണ് ഗോപിയും ബാഗയും പിന്നെന്താണ് കണ്ടുമുട്ടുന്നതും ആ ടൈഗർ ആ മുളങ്കൂട്ടത്തിൽ നിന്ന് പുറത്തു വരുന്നതും. മിസ്റ്റർ ട്രോട്ട് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടൈഗറുമായിട്ട് എത്തി. ദർ വർ എബൌട്ട് 25 പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ. 25ഓളം ആൾക്കാർ ആ ലൊക്കേഷനിലുണ്ടായിരുന്നു. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ. ലോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാമവാസികളെന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഗ്രാമവാസികൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിയിരുന്നു. എങ്ങനെയാണ് ആ ടൈഗറിനെ കെട്ടിയിട്ടിരിക്കുന്നതും എങ്ങനെയാണ് അതിനെ കൊണ്ട് ഇങ്ങനെ സീൻ ഷൂട്ട് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അനുവാദം വാങ്ങിയിട്ട് കുറച്ച് ലോക്കൽ അവിടുത്തെ വില്ലേജസും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 14th para. The cage on the lorry was covered. When the cover was removed, we were surprised to see not one, but 2 well-fed and robust tigers. ആ കേജ് ലോറിയിലിരിക്കുകയായിരുന്നു. അത് ഒരു ക്ലോത്തും കൊണ്ട് ഇതും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ കവർ റിമൂവ് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിശയിച്ചു പോയി. ഒന്നല്ല, പകരം 2 ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. അതും
നല്ലോണം ഭക്ഷണം കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 ടൈഗേഴ്സ് ആയിരുന്നു ആ കേജിനകത്തുണ്ടായിരുന്നത്. I decided to play it safe, Mr. Trot explained. If one does not get it right, we can use the other. ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് 2 എണ്ണത്തിനെ വരുത്തിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ശരിക്കും ഇതാക്കുന്നില്ലെങ്കിൽ നമുക്ക് അടുത്തതിന് യൂസ് ചെയ്യാം. 15th para. We mounted the camera on its tripod and placed it so that it faced the bamboo grove. അത് എൻ്റെ ക്യാമറ ഞങ്ങൾ അതിൻ്റെ ട്രൈപോഡിലൊക്കെ പ്ലേസ് ചെയ്തു, മുളങ്കൂട്ടം കാണുന്ന രീതിയിൽ. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ടു സ്റ്റാൻഡ് ആസ് ഫാർ ബാക്ക് ആസ് പോസിബിൾ. എന്താണ് ഓഡിയൻസിനോട് ഞങ്ങൾ ക്യാമറയുടെ പുറകിലായിട്ട് നിൽക്കാൻ പറഞ്ഞു, അതും ക്യാമറയിൽ നിന്നൊക്കെ ദൂരെയായിട്ട് പറ്റുന്നത്ര ദൂരത്തിൽ നിൽക്കാൻ അവരോട് പറഞ്ഞു. We had to stay relatively close to the bamboo grove and Gobi and Baga too and had to be within yards of the camera. ഞങ്ങൾക്ക് എന്താണ് മുളങ്കൂട്ടത്തിൻ്റെയും ഗോപിയുടെയും ബാഗയുടെയും ഒക്കെ അടുത്തായിട്ട് ഞങ്ങൾക്ക് ക്യാമറ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്തു. For it was necessary to have at least one shot that showed them together with the tiger. കാരണം ടൈഗറുമായി അവർ 2 പേരും ടൈഗറും കൂടി ഒന്നിച്ചുള്ള ഒരു ഷോട്ടെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, കിട്ടേണ്ടതുണ്ട്. Paragraph 16. Mr. Trotman had fixed a 5-foot iron rod to the ground, about 30 feet from the area where the tiger was supposed to take a walk. മിസ്റ്റർ ത്രോട്ടിൻ്റെ ആൾക്കാർ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 5 ഫൂട്ട് എന്താ പറയുക ഹൈയിലായിട്ട് ടൈഗറെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തു. ടൈഗർ ആ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും നടക്കേണ്ടതും ഒക്കെ. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. The other end was tied firmly to the visible portion of the iron rod. വിസിബിൾ പോർഷൻ ആയിട്ടുള്ള അയൺ റോഡിൻ്റെ ആ ഭാഗത്ത് വയറിൻ്റെ ഒരറ്റം അവർ അത് ടൈ ചെയ്യുകയും ചെയ്തു. വേറെ വശം ടൈഗർ സ്കിന്നിൽ ഉണ്ടാക്കിയ കോളർ, ടൈഗർ ഓൾറെഡി ധരിച്ചിരിക്കുന്ന അതിൻ്റെ നെക്കിലുള്ള കോളറിൽ അവർ ഘടിപ്പിക്കുകയും ചെയ്തു. The door of one of the cages was unfastened and Mr. Trot called out the tiger. ഒരു കേജ് 2 ടൈഗർ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ടൈഗറിൻ്റെ കേജിൻ്റെ ഡോറും അവർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആ ടൈഗറിനെ മിസ്റ്റർ ട്രോട്ട് പുറത്തേക്ക് വിളിച്ചു. ഇറ്റ് റെസ്പോണ്ടഡ് ഓൾമോസ്റ്റ് അറ്റ് വൺസ് ആൻഡ് സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ടു ലാൻഡ് ഓൺ ദ ഓപ്പൺ സ്പേസ് ഔട്ട് സൈഡ്. അതെന്ത് ചെയ്തു, അപ്പം തന്നെ അത് പ്രതികരിക്കുകയും ചെയ്തു. അതിൻ്റെ കൂട്ടിൽ നിന്ന് അത് പുറത്തേക്ക് ചാടി. One look at Mr. Trot's startled and helpless face told us that he was as taken aback as the rest of us. Instead of walking steadily in a dignified manner, the tiger started prancing around with tremendous enthusiasm. It leapt, it jumped, it rolled about, dragging its poor trainer who was desperately clutching the wire tied to the tiger's collar in a futile. നേരെ നടക്കേണ്ടതിന് പകരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അങ്ങനെ എന്താ പറയുക അത് ചാടുകയും അങ്ങനെയൊക്കെ ചെയ്ത് അതിൻ്റെ കോളർ പിടിച്ചിരിക്കുന്ന അതിൻ്റെ ട്രെയിനറിനെ ആകെ ആ ടൈഗറിനെ കൺട്രോളിലാക്കാൻ അതിൻ്റെ ട്രെയിനർ കുറച്ചധികം ബുദ്ധിമുട്ടി. We stood around foolishly watching a new and strange kind of circus which we were getting to see for free. ഫ്രീ ആയിട്ട് പൈസയൊന്നും കൊടുക്കാതെ തന്നെ ഞങ്ങൾക്ക് കാണാൻ കിട്ടിയ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സർക്കസ് പോലെ ഞങ്ങൾ ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു. The camera was still standing on its 3 legs. ക്യാമറ ഇപ്പോഴും അതിൻ്റെ ആ 3 സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, 3 കാലുള്ള സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. Staring into the woods, but the tiger was showing no signs of making its way there. ആ മുളങ്കൂട്ടത്തിലേക്ക് ഫേസ് ചെയ്തിട്ട് ആ ക്യാമറ അപ്പോഴും നിൽക്കുകയായിരുന്നു. പക്ഷേ ആ ടൈഗർ ആ ഉദ്ദേശിച്ച കാര്യം അന്നേരം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. 17th para. Once the tiger had calmed down, we managed to take the few shots we needed. ടൈഗർ ഒന്ന് ശാന്തമായതിനു ശേഷം ഞങ്ങൾക്ക് ആവശ്യമായിരുന്ന കുറച്ച് ഷോട്ടുകൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഇത് ഈ കഥയുടെ അവസാനമായിരിക്കണം. ബട്ട് വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ സീൻസ് വിത്ത് ദ ടൈഗർ വി റിയലൈസ് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. തിരിച്ച് കൽക്കട്ടയിലെത്തി ഞങ്ങൾ ആ ക്യാമറ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എന്താണ് ആ ക്യാമറ അന്നേരം ശരിക്കും വർക്ക് ചെയ്തില്ല എന്ന്. ദ ഷോട്ട്സ് വർ ടു ഡാർക്ക്. ആ ഷോട്ടുകളൊക്കെ വളരെയധികം ഇരുട്ടത്തായിരുന്നു, ലൈറ്റ് കുറവായിരുന്നു. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് മെർജിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട്. ആ ടൈഗറും ആ ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ഒന്ന് എടുത്ത് കാണുകയൊന്നും ചെയ്യുന്നില്ല, ഒരു ഡാർക്ക് രീതിയിലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീസ് ആൻഡ് ലീവ്സ്. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻ ഓൾ ഓവർ അഗെയിൻ. ഞങ്ങൾക്ക് ആ സീനുകളൊക്കെ വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വരും. വി സ്പോക്ക് ടു മിസ്റ്റർ ട്രോട്ട് ആൻഡ് ഹി എഗ്രീഡ് ടു ഗീവ് ഇറ്റ് അനദർ ഗോ. ഞങ്ങൾ ഇത് മിസ്റ്റർ ട്രോട്ടിനോട് സംസാരിച്ചു. അദ്ദേഹം ഒരു തവണയും കൂടി ചെയ്യാൻ അദ്ദേഹം റെഡിയായി.
വി ഫൗണ്ട് അനദർ ബാംബു ഗ്രൂ ക്ലോസർ ടു കൽക്കട്ട ഇൻ എ വില്ലേജ് കോൾഡ് ബോറൽ. ഞങ്ങൾ സെക്കൻഡായിട്ട് അത് റീഷൂട്ട് ചെയ്തത് കൽക്കട്ടയിലെ ബോറൽ എന്ന് പറഞ്ഞ ഒരു വില്ലേജിൽ ഞങ്ങൾ ഒരു മുളങ്കൂട്ടം കണ്ടെത്തി. അവിടെയാണ് ഞങ്ങൾ സെക്കൻഡായിട്ട് ഷൂട്ട് ചെയ്തത്. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ. ലോറി ഒരു തവണ കൂടി എത്തി വിത്ത് മിസ്റ്റർ ട്രോട്ട്, ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദ അയൺ റോഡ്. ആദ്യം ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളുമായിട്ട് ആ ലോറി ഒന്നും കൂടി ആ കൽക്കട്ടയിൽ ബോറൽ എന്ന് പറഞ്ഞ വില്ലേജിലെത്തി. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ വോൾ വില്ലേജ്. ആ ലോറിയുടെ അടുത്ത് കൂടെ എല്ലാം വില്ലേജസും വന്നു. വി ടോൾഡ് ദ വില്ലേജസ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. ഒരു 70 feet ദൂരെ മാറി വേണം നിൽക്കാൻ ഞങ്ങൾ ആ വില്ലേജസിനോട് പറഞ്ഞു. ലോറിയും ഇങ്ങനെ ഇതൊക്കെ വരുന്ന കണ്ടിട്ട് ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരും കൂടി ആ ലോറിയുടെ പുറകെ അവിടെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വന്നിരുന്നു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വർ ടോൾഡ്. ആ വില്ലേജസ് ഒന്നും അവരോട് പറയുന്ന നിർദ്ദേശങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. ആ ജനക്കൂട്ടം, ആ ഗ്രാമവാസികൾ അവർക്ക് കഴിയാവുന്ന എത്രത്തോളം അടുക്കാവോ അത്രത്തോളം ആ ക്യാമറയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്. ഞങ്ങൾക്ക് ഇനി അത് കാരണം പറഞ്ഞും എക്സ്പ്ലെയിൻ ചെയ്തു ഒന്നും കളയാൻ ഒട്ടും സമയമുണ്ടായിരുന്നില്ല. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ ട്രോട്ട്. ഞങ്ങളുടെ ക്യാമറ റെഡിയാക്കി മിസ്റ്റർ ട്രോട്ടിന് സിഗ്നൽ കൊടുത്തു, ഞങ്ങൾ റെഡിയാണ് ഷൂട്ട് ചെയ്യാന്നുള്ളതിൽ. ഓക്കെ, ഇനി 18th പാരഗ്രാഫ്. ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. അദ്ദേഹം കേജിൻ്റെ ഡോർ തുറന്നു. The instant the door opened with a clang, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera. ആ ടൈഗറിൻ്റെ ഇരുമ്പ് കൂടിൻ്റെ വാതിൽ തുറന്നപ്പോൾ, ഇരുമ്പ് കൂടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഒരു ഒച്ച ഉണ്ടാവില്ലേ, ആ ക്ലാങ് സൗണ്ടോട് കൂടി ആ കൂട് തുറന്നു കഴിഞ്ഞപ്പം ആ ടൈഗർ ആ കൂട്ടിൽ നിന്ന് അതിൻ്റെ അലർച്ചയോട് കൂടി അത് പുറത്തിറങ്ങി ക്യാമറയുടെ പുറകിൽ നിന്ന് വില്ലേജസിൻ്റെ നേരെ പാഞ്ഞെടുത്തു. The crowd consisting of about 150 people melted away as if by magic. After that great burst of energy, the tiger calmed down very quickly, like an obedient child. It walked over to the spot we had chosen, paced about quietly as it was required to, and then ambled back to its trainer. ആ വലിയൊരു എനർജിയോടുകൂടി ആ ടൈഗർ എന്ത് ചെയ്തു, ഒന്ന് ശാന്തമായി. അത് നല്ലൊരു ഒബീഡിയൻറ്റ് കുട്ടീനെ പോലെ അത് എന്നെ പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് പോയി അത് നിൽക്കുകയും അതിൻ്റെ ട്രെയിനർ പറയുന്ന കേട്ട് ഒബേ ചെയ്യാൻ റെഡിയായിട്ട് നിന്നു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം വിച്ച് വർ റിയലൈസ്ഡ് 2 days later when we returned to Calcutta and saw the scene we had shot. ഇപ്രാവശ്യം ക്യാമറയും നന്നായിട്ട് പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾക്ക് 2 ദിവസത്തിന് ശേഷം ഞങ്ങൾ കൽക്കട്ടയിൽ തിരിച്ചെത്തി ആ ക്യാമറയിൽ ഷോട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്.